ഫ്ലൈറ്റിന്റെ അകത്ത് കയറി. അതിന്റെ അകത്ത് കയറിയപ്പോ ഒരുത്തി പറഞ്ഞ് വിമാനം പറക്കാൻ പോവാണ്, നിങ്ങളെല്ലാരും ബെൽറ്റ് ഇടണമെന്ന്. ഇക്കോളെ കണ്ടപ്പോഴേ കണ്ടുപിടിച്ചില്ല. കണ്ണി പിടിക്കൂല. ഇവളേക്കാൾ സൗന്ദര്യമുള്ള ആരെയും ഇവക്ക് കണ്ണി പിടിക്കൂല. നിങ്ങളെ മിണ്ടാട്ടിക്ക് മനസ്സിലാ, നിങ്ങൾ മയങ്ങിണ്ടാവും. ലേസ ലിപ്സ്റ്റിക്കു വേക്കിലൊരു കീറലുള്ള നിക്കറും ഒക്കെ ഇട്ട വെണ്ണിനെ കണ്ടപ്പോ നമ്മളങ്ങനെ മയങ്ങൂല. അതെ, എയർ ഹോസ്റ്റസുകാരുടെ ഡ്രസ്സാടി. എന്റെ മുന്താണെങ്കിൽ ശരി, ഓക്കിന്റെ ഒരു തുണി എടുത്ത് കൊടുത്താല് ആണുങ്ങളല്ലേ കുത്തിരിക്കുന്ന മുഴുവനും ഓരോ മുന്നിൽ കൂടെ എങ്ങനെ നെല്ല് നടക്കുക. പോരാത്തതിനോട് കേറിയപ്പോ മുതൽ ചാകുന്ന കാര്യ പറയണേ. നമുക്ക് ശ്വാസം മുട്ടി ചാകാൻ പോകുകയാണെങ്കിൽ ഒരു കോപ്പെടുത്ത് നമ്മളെ മോത്തൊക്കെ വെക്കണം. ഓക്സിജൻ മാസ്ക്. വിമാനങ്ങാൻ പൊട്ടി താഴത്തേക്ക് വീഴുകയാണെങ്കിൽ നമ്മളൊരു കുപ്പായ എടുത്തിട്ട് അത് ഊതി വീർപ്പിക്കണമെന്ന്. ചാൻ പോകുമ്പോ എങ്ങനാ വിളയെ ഊത നമ്മള്. ലൈഫ് ജാക്കറ്റ് അടി ഊതിയാലേ വീർക്കൂ. എന്നിട്ട് അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി. നമ്മളെ പള്ളേന്ന് ഒരു കാലലും പൊങ്ങി. എവക്ക് ടോയ്ലറ്റിൽ പോണോന്നും പറഞ്ഞ് കാറും തുടങ്ങി. ഓണ്ടാന്നോലി ഓടണി നമ്മള്. പിന്നെ ഒരു വാക്ക് തർക്കം തന്നെ നടത്തി. അവസാനം അവിടെ വെച്ച് തന്നെ പോകുമെന്ന് പറഞ്ഞപ്പോ അവര് പൊയ്ക്കോളാൻ പറഞ്ഞു. ആദ്യത്തെ അതൊരു കുരുട്ട് മുറി, വെള്ളമില്ല. ആ പിന്നെ ആ കുട്ടിപ്പാവാടത്തോളോട് അറിഞ്ഞു പോയി ഒരു രക്കറ്റ് വെള്ളം കൊണ്ടുവരെ. ഓളെന്നപ്പോ പറയാ അതിന്റെ അകത്ത് കുറെ കടലാസ് ഉണ്ട്. ഇത് ടിഷ്യൂ പേപ്പർ. കടലാസ് കൊണ്ടുള്ള പണിയൊന്നും നമ്മളെ സംസ്കാരത്തിന് ചേർന്നല്ല മോളെന്ന് പറഞ്ഞ് കൊടുത്തൊന്ന് നോക്കൂ. ഇതേടെങ്കിലും ഒന്ന് ചെന്ന് പരാതിപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിമാനം ഓടിക്കുന്ന ഡ്രൈവർ അടുത്തേക്ക് ചെന്ന്. പൈലറ്റിന്റെ പണി ഓൻ എടുക്കണത്. ഓനൊരു സാധനം ചെവി കുത്തി തിരികിയിട്ട് പാട്ടും കേട്ട് കുത്തിരുന്നുറങ്ങുക. ഇത്രയും ആൾക്കാരെ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ പാട്ടും കേട്ട് കുത്തിരിക്കണേന്ന് ചോദിച്ചിട്ട് കോട്ടത്തിലെ രണ്ടെണ്ണോനും. അങ്ങനെ അവസാനം ഞങ്ങൾ അബുദാബിയിൽ ലാൻഡ് ചെയ്തു.